എന്റെ പേര് സിജി എന്നാണ്. എനിക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരാളാണ്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം എക്സാം എന്ന് പറഞ്ഞത് ഇപ്പം ഒത്തിരി നാളായി നമ്മൾ ടച്ച് വിട്ടിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ ടച്ച് വിട്ടത് പോയായിരുന്നു. പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ക്ലാസ് കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ വിഷയവും കവർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആകെ 3 വിഷയമാണ് നമ്മൾ എക്സാം എഴുതിയിട്ടുള്ളത്. അത് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം എഴുതാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. കാരണം നമ്മള് വന്നിരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ടൈപ്പ് ആയിരുന്നു. പിന്നെ കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് വിട്ടുപോയി എന്നുള്ളതല്ലാതെ എക്സാം നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാരണം എക്സാം എഴുതാനുള്ള കുട്ടികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ, കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് എനിക്ക് വീട്ടിൽ വന്ന കുട്ടികളുടെ കാര്യവും നോക്കി പിള്ളേരെയും പഠിപ്പിച്ച് പിന്നെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ടഫുള്ള ഒരു പരിപാടിയാണ്. കാരണം നൈറ്റ്, ഈ പറഞ്ഞ പോലെ നൈറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ ഇരുന്ന് അസൈൻമെന്റ് എഴുതുന്നതും പിന്നെ ക്ലാസ് കേൾക്കുന്നതും. കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യുക എന്നൊരവസ്ഥയായിരുന്നു. അപ്പം എക്സാം എഴുതാനുള്ള പിള്ളേരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു റിവിഷൻ പോലെ നമുക്ക് ഇടയ്ക്ക് തരുന്നുണ്ടല്ലോ, അതായത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അത് മസ്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് പോയാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അപ്പം ഉള്ള ടൈമിങ്ങിലെല്ലാം നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നു. പിന്നെയുള്ള സമയങ്ങളിൽ റിവിഷൻ ആയിട്ട് തരുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ചാപ്റ്റേഴ്സിൽ തരുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെർസെന്റേജ് മാർക്ക് നമുക്ക് കവർ ചെയ്ത് കിട്ടാവുന്നതാണ്.